2016 ജൂലൈ മാസത്തിൽ കേരളം നടുക്കത്തോടെയാണ് ആ വാർത്ത കേട്ടത്. അഫ്ഗാനിസ്ഥാനിൽ പോയി ISൽ ചേർന്ന് വിശുദ്ധ യുദ്ധം ചെയ്യാനായി കേരളത്തിൽ നിന്ന് 21 മലയാളികൾ പോയിരിക്കുന്നു എന്നതായിരുന്നു ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ആ വാർത്ത. പിന്നീട് നടന്ന വിശദമായ അന്വേഷണത്തിൽ ഈ സംഘത്തിൽ 25 പേരുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ആ സംഘത്തിൽ ഒരാൾ തന്റെ മകൾ നിമിഷ ഫാത്തിമ അഥവാ നിമിഷ ബിന്ദുകുമാർ ആണെന്ന തിരിച്ചറിവ് തിരുവനന്തപുരത്തെ വീട്ടിലിരുന്ന് വാർത്ത കണ്ട ബിന്ദു എന്ന ആ അമ്മയെ അടിമുടി തളർത്തിക്കളഞ്ഞു. തന്റെ മകൾ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചുവെന്നും ആ അമ്മ നേരത്തെ അറിഞ്ഞിരുന്നതാണ്. എന്നാൽ മകൾ നാടുവിട്ടത് ഇത്ര വലിയൊരു ചതിക്കുഴിയിലേക്കാണെന്ന് ആ പാവം അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തിരുവനന്തപുരത്തെ തന്റെ വീട്ടിൽ നിന്നും ഡോക്ടറാകാൻ മോഹിച്ച് പഠിക്കാൻ പോയ നിമിഷ എങ്ങനെ ഫാത്തിമയായി മാറി എന്ന അന്വേഷണം ചെന്നെത്തുന്നത് ചതിയുടെയും മത തീവ്രവാദത്തിന്റെയും സങ്കീർണമായ വഴികളിലേക്കാണ്. കാസർകോട്ടെ സെഞ്ചുറി ഡെന്റൽ കോളേജിൽ BDS പഠനത്തിനായി എത്തിയ കാലത്താണ് നിമിഷയുടെ ജീവിതം അപ്രതീക്ഷിതമായി മാറിമറിയുന്നത്. അവിടെ വെച്ച് സജാദ് എന്ന യുവാവുമായി നിമിഷ പ്രണയത്തിലായി. ആ പ്രണയമാണ് നിമിഷയെ ഇസ്ലാം മതത്തിലേക്ക് ആദ്യമായി അടുപ്പിച്ചത്. സജാദിനോടുള്ള അമിതമായ അനുരാഗം കാരണം തന്റെ വീട്ടുകാരെയും വിശ്വാസങ്ങളെയും ഉപേക്ഷിച്ച് നിമിഷ മതം മാറാൻ തീരുമാനിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മതം മാറിയ നിമിഷയെ വിവാഹം കഴിക്കാൻ സജാദ് തയ്യാറായില്ല. ഈ ബന്ധത്തിനിടയിൽ നിമിഷ സജാദിൽ നിന്നും ഗർഭം ധരിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നീട് അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. തന്റെ പ്രണയിതാവിനെ അന്ധമായി വിശ്വസിച്ച് മതം മാറുകയും ഗർഭിണിയാവുകയും ചെയ്ത നിമിഷയെ സജാദ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് ആ ഗർഭം അലസിപ്പിക്കേണ്ടി വന്നത് നിമിഷയെ മാനസികമായി പൂർണ്ണമായും തകർത്തു. പ്രണയിച്ചവനാൽ വഞ്ചിക്കപ്പെടുകയും ശാരീരികമായും മാനസികമായും തളരുകയും ചെയ്ത ആ ബലഹീനമായ ഘട്ടത്തിലാണ് നിമിഷ മതപരിവർത്തന കേന്ദ്രങ്ങളുമായി കൂടുതൽ അടുക്കുന്നത്. ഒരു താങ്ങായി വരുമെന്ന് കരുതിയ സജാദ് ചതിച്ചതോടെ ആശ്വാസത്തിനായി മറ്റൊരിടത്ത് അഭയം തേടിയ ആ പെൺകുട്ടി തീവ്രവാദ ആശയങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വളരെ എളുപ്പത്തിൽ ഇരയാകുകയായിരുന്നു. സജാദ് കൈവിട്ട നിമിഷയെ പിന്നീട് വിവാഹം കഴിച്ചത് പാലക്കാട് സ്വദേശിയായ ഈസ എന്ന ബെക്സൻ വിൻസെന്റ് ആയിരുന്നു. എന്നാൽ നിമിഷ മാത്രമല്ല ഇത്തരത്തിൽ മതം മാറി ഈ സംഘത്തിൽ പെട്ടുപോയത്. ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച സഹോദരങ്ങളായ ബെക്സന്റെയും ബെസ്റ്റിന്റെയും ഭാര്യമാരും സമാനമായ രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെട്ടവരായിരുന്നു. കൊച്ചി സ്വദേശിനിയായ മെറിൻ ജേക്കബ് തന്റെ മതം ഉപേക്ഷിച്ച് മറിയം എന്ന പേര് സ്വീകരിച്ച് ബെസ്റ്റിൻ വിൻസെന്റിനെ വിവാഹം കഴിച്ചു. അതുപോലെ എറണാകുളം സ്വദേശിനിയായ സോണിയ സെബാസ്റ്റ്യൻ ആയിഷ എന്ന പേര് സ്വീകരിച്ച് ISIS റിക്രൂട്ടറായ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയോടൊപ്പം രാജ്യം വിട്ടു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ യുവതികൾ എങ്ങനെ ഇത്രമാത്രം തീവ്രമായ ആശയങ്ങളിൽ അകപ്പെട്ടു എന്നത് കേരളത്തിന് ഇന്നും വലിയൊരു സമസ്യയാണ്. ഈസയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് നിമിഷയുടെ ചിന്താഗതികൾ തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് പൂർണ്ണമായും ആഴ്ന്നിറങ്ങിയത്. 2016 മെയ് മാസത്തിൽ താൻ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരെ അറിയിച്ച നിമിഷ ഭർത്താവിനോടൊപ്പം ശ്രീലങ്കയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ അവർ പോയത് ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലെ ISIS കേന്ദ്രങ്ങളിലേക്കായിരുന്നു. മനുഷ്യരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏതാണെന്ന ചോദ്യത്തിന് തീവ്രവാദം എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല. ഭയം ആയുധമാക്കി നിഷ്കളങ്കരെ കൊന്നൊടുക്കി തങ്ങളുടെ വികലമായ പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നു. ഇതിന് അതിർത്തികളോ മതമോ ഇല്ലെങ്കിലും പലപ്പോഴും മതത്തിന്റെ മറവിലാണ് ഇത്തരം ക്രൂരതകൾ അരങ്ങേറുന്നത്. കേരളം പോലൊരു സാക്ഷരതയുള്ള സംസ്ഥാനത്തെ പോലും നടുക്കിയ നിമിഷയുടെ ജീവിതം തീവ്രവാദം എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിയെ സ്വാധീനിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ്. ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയമോ മതപരമോ ആയ ലക്ഷ്യങ്ങൾക്കായി ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്ന അക്രമ പ്രവർത്തനമാണ് തീവ്രവാദം. ഇത് കേവലം ബോംബ് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിമിഷ ഫാത്തിമയുടെ കാര്യത്തിൽ കണ്ടതുപോലെ വ്യക്തികളുടെ ചിന്താഗതികളെ ആസൂത്രിതമായി മാറ്റിമറിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനമാണ് ഇതിന്റെ ആദ്യഘട്ടം. മതപരമായ തീവ്രവാദം, സൈബർ ഭീകരത, ആഭ്യന്തര തീവ്രവാദം എന്നിങ്ങനെ ഇതിന് പല രൂപങ്ങളുണ്ട്. നിമിഷയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തീവ്രവാദം എങ്ങനെയാണ് ഓരോ വ്യക്തിയെയും വലയിലാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒറ്റപ്പെടുന്നവരെയും വഞ്ചിക്കപ്പെടുന്നവരെയും തീവ്രവാദികൾ എളുപ്പത്തിൽ ഇരയാക്കുന്നു. സ്വർഗലബ്ധിയോ അല്ലെങ്കിൽ മികച്ച ജീവിതമോ വാഗ്ദാനം ചെയ്താണ്
പലരെയും ഐസിസ് പോലുള്ള സംഘടനകൾ ആകർഷിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നിരന്തരമായ പ്രചാരണങ്ങളാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ നംഗർഹാർ പ്രവിശ്യയിൽ എത്തിയ നിമിഷ അവിടെ വെച്ചൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. നൈറ എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര്. എന്നാൽ അവൾ സ്വപ്നം കണ്ട സ്വർഗമായിരുന്നില്ല അവിടെ. യുദ്ധവും ദാരിദ്ര്യവും പട്ടിണിയും മരണഭീതിയും നിറഞ്ഞ ജീവിതമായിരുന്നു അത്. ഐസിസ് ഖിലാഫത്തിന്റെ തകർച്ചയോടെ നിമിഷയുടെ ഭർത്താവ് ഇസ കൊല്ലപ്പെട്ടതായാണ് വിവരം. 2019 നവംബറിൽ അഫ്ഗാൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയ നൂറുകണക്കിന് ഐസിസ് അംഗങ്ങൾക്കിടയിൽ നിമിഷയും മകളും മെറിനും സോണിയയും ഉണ്ടായിരുന്നു. കറുത്ത പർദ്ദ ധരിച്ച് കയ്യിൽ കുഞ്ഞുമായി അഫ്ഗാൻ ജയിലിൽ നിസ്സഹായായി ഇരിക്കുന്ന നിമിഷയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ അത് കേരളത്തിന് വലിയൊരു പാഠമായി മാറി. മകൾക്ക് തെറ്റുപറ്റിയതാണെന്നും അവളെയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞ് അവളുടെ അമ്മ ബിന്ദു കോടതികൾ കയറിയിറങ്ങി. എന്നാൽ വിദേശത്തെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ പരിശീലനം ലഭിച്ചവരെ തിരികെ കൊണ്ടുവരുന്നത് രാജ്യസുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്ന ഉറച്ച നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. തീവ്രവാദം എന്ന വിപത്തിനെ നേരിടാൻ തോക്കുകൾ കൊണ്ട് മാത്രം സാധിക്കില്ല. അതിന് ജാഗ്രതയും വിദ്യാഭ്യാസവും കൃത്യമായ ബോധവൽക്കരണവുമാണ് ആവശ്യം. നമ്മുടെ ചുറ്റുമുള്ള യുവാക്കൾ പെട്ടെന്ന് സ്വഭാവമാറ്റം കാണിക്കുകയോ രഹസ്യ സ്വഭാവമുള്ള ഗ്രൂപ്പുകളിൽ ചേരുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ കുടുംബവും ശ്രദ്ധിക്കണം. മതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും കരുണയും കുട്ടികൾക്ക് പകർന്നു നൽകണം. 2021 അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കിയതോടെ അവിടുത്തെ ജയിലുകൾ തുറന്നുവിടപ്പെട്ടു. അതോടെ നിമിഷ ഫാത്തിമയുടെയും മകളുടെയും അവസ്ഥ എന്തായി എന്നത് ഇന്നും ദുരൂഹമായി തുടരുന്നു. നിമിഷയുടെ ജീവിതം കേരളത്തിലെ മതപരിവർത്തന ചർച്ചകളിൽ ഇന്നും തോരാത്ത ഒരു കണ്ണീരായി അവശേഷിക്കുന്നു. തീവ്രവാദം ഒരു മതം മാത്രമല്ല നശിപ്പിക്കുന്നത്, മറിച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സമാധാനവും സ്വപ്നങ്ങളും കൂടിയാണ്. സമാധാനവും സ്നേഹവുമില്ലാത്ത ഏതൊരു പ്രത്യയശാസ്ത്രവും മനുഷ്യനെ വലിയ നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് ഈ പെൺകുട്ടിയുടെ കഥ നമ്മെ എക്കാലവും ഓർമ്മിപ്പിക്കുന്നു.